Good morning, Bangalore. You're listening to 91.9, the radio station for a fun young Bangalore. ഹലോ. മിണ്ടരുത് നീ. ഇവിടെ ഇങ്ങനെ ചില മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ വല്യമ്മേ, എനിക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ ഇന്നലെയല്ലേ വിളിക്കാതെ നിന്നിട്ടുള്ളൂ. നീ മാത്രാണല്ലോ ജോലിക്ക് പോകുന്നത്. ഒരു വലിയ ഉദ്യോഗസ്ഥൻ വന്നേക്കണേ, ഒരു കൊച്ചിന്റെ തന്തയാണെന്ന് വല്ല ഓർമ്മയുണ്ടോ? 2 ദിവസത്തിനകം നീ ഇവിടെ എത്തിയില്ലേ, നീ ഈ നാട്ടിൽ പിന്നെ കാലുകുത്തി പോകരുത്. ഹലോ, ഇതെന്താ ഇത്? മേ ഐ കം ഇൻ സർ? യെസ്. ലുക്ക്, എന്തെങ്കിലും പെൻഡിങ് ഫയൽസ് ഉണ്ടേ ഉച്ചക്ക് മുന്നേ എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. ആഫ്റ്റർനൂൺ തൊട്ട് ഞാൻ ലീവാണ്. ഓക്കെ സർ. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. സർ, ഞാൻ ഇന്ന് ആഫ്റ്റർനൂൺ മുതൽ ലീവാണ്. ഞാൻ ഇന്നലെ റിക്വസ്റ്റ് തന്നായിരുന്നു. യാ ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, യു ക്യാൻ. പിന്നെ ഇച്ചിരി ലോങ് ലീവ് ആണല്ലോടാ. യെസ് സർ, അത്യാവശ്യമായി പോയി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. എന്തായാലും തനിക്ക് ഓൺലൈനായിട്ട് ചെയ്യാലോ. ടേക്ക് യുവർ ടൈം. താങ്ക് യു സർ, ഐ ആം ലീവിംഗ്. പണ്ടാരം, ഇതാണോ ഹെവൻ? ഹെല്ലാണ്. പറഞ്ഞവനെ കല്ലെടുത്തെറിയണം. ഇതിപ്പം എന്തൊക്കെ ആർക്കൊക്കെ വാങ്ങണം? ഓ, മുടിഞ്ഞ തിരക്ക്. അല്ല, അത് കശ്യപല്ലേ? ഇത് അതെ. ഹേ കശ്യപ്, നല്ല പരിചയമുള്ള ശബ്ദം. അത് ഹേ നാക്ഷ്. Wow man, what a surprise! അല്ല, നീ എപ്പോഴാ ഇവിടെ എത്തിയത്? 2 ദിവസമായി. How about having a coffee? Why not? Sure. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു പെണ്ണിനെയും അടിച്ചോണ്ട് വന്ന് കൊച്ചുമായി ഉത്തരവാദിത്തമുള്ള ഗൃഹനാഥനാണ് ഇപ്പോ എന്റെ മുന്നിലിരിക്കുന്നത്. സാഹചര്യം അങ്ങനെയൊക്കെ ആക്കി. അല്ല, നിന്റെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോ ഇവിടെ വന്നതിന് എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീ പെട്ടെന്ന് ഇവിടേക്ക് എത്തിയത്. നീ പറഞ്ഞത് ശരിയാ, ഒരു ഉദ്ദേശമുണ്ട്. ലണ്ടനിൽ വെച്ച് ഒരു മെഗാ ഫോട്ടോഗ്രാഫി ഇവന്റ് നടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടാകും. ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്. ബട്ട് പ്രോബ്ലം എന്താ വെച്ചാ, ഓൾമോസ്റ്റ് ഞാൻ ട്രിപ്പ് ഒക്കെ ചെയ്ത് ഓരോ നാട്ടിലെയും ട്രഡീഷൻസും കൾച്ചേഴ്സും ഒക്കെ വെച്ച് തീം ചെയ്ത് ഫോട്ടോഗ്രാഫീസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതൊരു ടഫസ്റ്റ് വണ്ണാണ്. 20 lakhs rupees ആണ് ക്യാഷ് പ്രൈസ്. ഓ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു ബമ്പറാണെന്നർത്ഥം. അങ്ങനെയും പറയാം. അല്ല, നിനക്കിന്ന് ഡ്യൂട്ടി ഇല്ലേ? ഉണ്ടടാ, ഞാനൊരു 2 months ലീവാണ്. വീട്ടിൽ കുറച്ച് പരിപാടീസ് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, നീ നമ്മുടെ നാട്ടിലെ, അതായത് നമ്മുടെ ട്രഡീഷൻസ് കൾച്ചേഴ്സ് അങ്ങനെ വെച്ചെന്തെങ്കിലും ചെയ്തായിരുന്നോ? ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാ മോനെ, നീ ഒന്നും നോക്കാനില്ല. നീ ബാഗ് ഇപ്പൊ തന്നെ പോയി പാക്ക് ചെയ്. നാളെ നീ എന്റെ കൂടെ വണ്ടി കയറി. നിന്റെ 20 lakhs ഞാൻ ഉറപ്പു തരാം. നീ പറഞ്ഞത് ഒരു നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അവിടെ പോയി എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. എന്നാ ഞാൻ നിന്റെ കൂടെ തന്നെ വരാം. ഇന്ന് പോയി ഞാൻ എന്നാ എല്ലാം സെറ്റാക്കി വെക്കട്ടെ. എന്നാ നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചോ. എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ഇല്ലേ എനിക്ക് നാളെ വീട്ടിൽ കയറാൻ പറ്റില്ല. പെണ്ണുങ്ങളുടെ കാര്യമാണേ. അപ്പോ നാളെ രാവിലെ കാണാം. നാളെ രാവിലെയാണ് ട്രെയിൻ. ഓക്കേടാ, എന്നാ പിന്നെ നാളെ കാണാം. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ ആര് മരിച്ചാലെന്ത്, ജീവിച്ചാലെന്ത്? ഇനി ഈ വീട്ടിൽ ഒരു പച്ചവെള്ളം ഞാൻ ഉണ്ടാക്കില്ല. ഓ എന്റെ അമ്മേ, ആ ഡയലോഗെങ്കിലും മാറ്റി പിടിക്ക്.
അല്ലെങ്കിലും നീ അവരുടെ സൈഡാണല്ലോ. തുറന്ന് കൊടുക്ക്, വന്നിട്ടുണ്ട്. ഓ, എന്തേ? ക്യാമറ എടുക്കാൻ വന്നതാണോ? അതോ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? വേണമെങ്കിൽ എടുത്തു തരാം. ഓ, ഞാൻ ആരാ ചോദിക്കാൻ. നടക്കട്ടെ, എന്താ വെച്ചാ നടക്കട്ടെ. ഇതെന്താടി? എന്താ പ്രശ്നം? ഏട്ടൻ. ഞാനോ? ഏയ്, ഏട്ടനല്ല, കുഞ്ഞേട്ടൻ. പറയും പോലെ അവനെവിടെയാ? കുഞ്ഞേട്ടന് കൺസേർട്ട് ഉണ്ട്. അത് ഇന്നലെയും അവന് കൺസേർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അവനെ ഇവിടെ കാണാതിരുന്നത്? ഇന്നും ഉണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു, അതിന്റെ ബാക്കി ഇന്നും. ഇന്ന് പിന്നെ കലാശക്കൊട്ടൊക്കെയായി ഇവിടേക്ക് പ്രതീക്ഷിക്കാനേ നോക്കണ്ട. ഏട്ടൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു തരാം. പെന്റഗൺസ്. ബാംഗ്ലൂരിലെയും മിഡിൽ ഇന്ത്യയിലെയും യങ്സ്റ്റേഴ്സിനെ ഇളക്കി മറിക്കുന്ന ദ യങ് ബോയ് ബാൻഡ്. കയറും, ഡാനിഷ്, സാവൻ, ലിയോ, ഗൗരവ്. പെന്റഗൺസ്. ഇത് അവന്റെ പഴയ ടീംസ് അല്ലേ? പണ്ടത്തെ സ്കൂൾ കോളേജ് മേറ്റ്സ്. അതൊക്കെ ശരി തന്നെ. ഏട്ടൻ ബാക്കി കേക്ക്. Thank you so much for your love. See you again. So, this is Pentagons signing off. Bye bye. മച്ചാനെ എന്നതേ പോലെ വി റോക്ക്ഡ്. അത് പിന്നെ പറയണോ? കയറവേ വാടാ, ഇനിയാണ് the real night is going to start. What are you waiting for? Said no, 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 no. ദേ, ആ പെണ്ണ് അവൾ നമ്മുടെ കൺസേർട്ട് തൊട്ടുണ്ട്. ദേ, ഇപ്പൊ ഇവിടെയും ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക. മിക്കവാറും എന്നെയായിരിക്കും. ഞാനിന്ന് കുറച്ച് സുന്ദരനായിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് പോയിട്ട് വരാം. ഷേ, നീ പോയാ നിന്റെ തല ഞാൻ വിട്ടു. യു ആർ ഓൾറെഡി കമ്മിറ്റഡ്. ഈ ചെക്സ് അത് എന്റെയാ. അപ്പോ ഞാനൊന്ന് പോയി മുട്ടിയിട്ട് വരാം. പവനായവൻ ശവമായി ഓടിക്കണമെന്ന്. മോനെ സാവനെ, നീ കയറവനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ലേ? പിന്നെ പോകാതെ. എന്നാലേ വലിച്ചു കയറ്റണ്ട. ഇതെന്തോന്നിത്? എനിക്കൊന്നും പറ്റില്ലേ? ഇവൻ ഇത് എന്തോ കുറെ സമയമായല്ലോ തുടങ്ങിയിട്ട്. എന്റെ പൊന്ന് സാവനെ, നീ ഒന്ന് അടങ്ങ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എന്നാലും എടാ, എപ്പോഴും ഈ കിട്ടുന്ന പൈസ ഇവിടെ വന്ന് ചെലവാക്കി അതൊന്നും ബോറടിക്കുന്നില്ലേ നിങ്ങൾക്ക്? ഒരു ട്രിപ്പ്, 2 days ഗോവ ആൻഡ് ആഫ്റ്റർ സ്ട്രേറ്റ് ടു പട്ടായ. അതൊരു നല്ല കിടിലം പ്ലാനാണ്. ഞാൻ എഗ്രി. പിന്നെ ഞങ്ങൾക്കാണോ? അത് കൊള്ളാം. എന്നാ ഞാൻ പോയി കാരവനെ വിളിക്കട്ടെ. എന്റെ പൊന്നു സാവ, ഞാൻ പോയി വിളിക്കാം. നീ ഇവിടെ അടങ്ങ്. കയറും. കയറും. എന്താടാ? ഇങ്ങോട്ട് പോ, ഒരു കാര്യമുണ്ട്. എക്സ്ക്യൂസ് മീ. എന്താ നീക്കൊക്കെ? ഒരു പ്ലാൻ ഉണ്ട് മച്ചാ. അതെന്തല്ലയോ? ട്രിപ്പ്. വാ, അത് കൊള്ളാം. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, നാളെ ഈവനിങ് നമ്മൾ ഇവിടുന്ന് വരുന്നു. ഫ്ലേർട്ട് ചെയ്യാനോ? അതും നമ്മുടെ കയറുമോ? ഏട്ടനത് അറിയാത്തത് കൊണ്ടാ. കുഞ്ഞേട്ടൻ ശ്രീകൃഷ്ണനല്ലേ. എല്ലാം ബടാ ബടാ ടീംസ് നോക്കി മാത്രമേ ഏട്ടൻ പിടിക്കത്തുള്ളൂ.
അങ്ങനെ ചില്ല് ചെയ്ത് നടക്കുക എന്റെ സ്വന്തം കുഞ്ഞേട്ടൻ. നീ അവനെ ഇങ്ങോട്ട് വിളി, എന്നിട്ട് പെട്ടെന്ന് വരാൻ പറ. ഞാൻ പറഞ്ഞെന്ന് പറയണ്ട. ഓക്കെ വല്യേട്ടാ. കരവേ ദേ ഫോൺ റിങ് ചെയ്യുന്നു. ഓ കീർത്തിയാണല്ലോ. എന്താടി കുരുട്ടെ? ഹലോ ഏട്ടാ, പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു അത്യാവശ്യമുണ്ട്. എന്താടി? ഏട്ടൻ വാ, വന്നിട്ട് പറയാം. ഹലോ ഹലോ ഡാ, എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം. ഓക്കെ എന്നാ നാളെ കാണാം നിങ്ങളെ. ഞാൻ രാവിലെ വിളിക്കാം. എടാ ഞാൻ ഡ്രോപ്പ് ചെയ്യാടാ. ആ വാ, ഞാനിവിടെ ഉണ്ടെന്ന് അവൻ അറിയില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഹാ, വന്നല്ലോ വനമാലൻ. ഞാൻ അവന്റെ റൂമിൽ കാണും. നീ പോയി ഡോറ് തുറക്ക്. അവനോട് പറയണ്ട, പെട്ടെന്ന് മുറിയിലേക്ക് വരാൻ പറഞ്ഞാ മതി. ഓക്കെ വല്യേട്ടാ. ഹലോ, വെൽക്കം ഹോം. എന്താ കാര്യം? എന്താ? റൂമിലോട്ട് പോയി നോക്ക്. ദേ ഒന്നും ഇല്ലെങ്കിൽ കുരുട്ടെ നിന്നെ ഞാൻ. ഏട്ടനൊന്ന് പോയി നോക്ക്. ഹും, ആ പിന്നെ പറയാൻ വരുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഏട്ടൻ പോയിട്ട് വാ. അല്ല റൂമിലിപ്പെന്താ? Boy, you know you wanna put a ring on my finger. ഏട്ടൻ ഹേയ് മിസ്റ്റർ, എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? വന്ന് നിന്റെ ഹ്യൂമർ സെൻസ് കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. തമാശ പറഞ്ഞതാണല്ലേ, മനസ്സിലായതേയില്ല. ഓ നീ എന്നെ നിർത്തി അപമാനിക്കുവാണല്ലേ? ഞാൻ പോന്നു. ഇനി ഇവിടെ നിക്കില്ല ഞാൻ. നിക്ക് ഞാൻ പറയില്ലേ. ഐ ഡോണ്ട് വോണ്ട് എനി എക്സ്പ്ലനേഷൻ. നാളെ നീ എന്റെ കൂടെ വരുന്നു. ഏട്ടാ നാളെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നീ വല്ലാതെ വളർന്നു പോയി. ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നീ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ഉത്തരവാദിത്ത ബോധമൊക്കെ വരേണ്ട സമയമായി. അതുകൊണ്ട് നാളെ നീ എന്റെ കൂടെ വരുന്നു, എനിക്കൊരു സഹായത്തിന്. വെറുതെ വരണ്ട, നിനക്ക് അതിനുള്ള പൈസ ഞാൻ തരും. ഏട്ടാ നോ എക്സ്ക്യൂസ്. ദേ ഇത് തന്നെയാ നമ്മുടെ ട്രീ. വാ കയറാം. ഫ്ലൈറ്റ് പോയാ പോരെ, ഈ ട്രെയിനിലാണോ പോന്നേ? മോനെ, നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോ ട്രെയിനിൽ തന്നെ പോകണം. എന്നാലേ യാത്രയുടെ സൗന്ദര്യം മനസ്സിലാവുള്ളൂ. വാ. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. ഇവിടുന്ന് ഒരുപാട് പോണോ? ഇല്ല, ഒരു ഹാഫ് ആൻ അവർ. വലിയച്ഛൻ വണ്ടി അയച്ചിട്ടുണ്ട്. വീട്ടിലപ്പോ പെട്ടെന്ന് എത്തുമായിരിക്കും. എത്തിക്കഴിഞ്ഞാൽ നല്ല നാടൻ ഹോംലി ഫുഡ് കഴിക്കാം. അത് മതി, വാ. എന്നാ നമുക്ക് പോകാം. പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനായാലിമാർ വേണം, തുടക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിനോളം. ഇതൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക ഫീൽ. ഒരുപാട് ഫോറിൻ കൺട്രീസിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നാടും ഈ നാടിന്റെ സൗന്ദര്യവും അതൊരു പ്രത്യേക ഫീൽ തന്നെയാ. എന്ത് ഈ പച്ച പുല്ല് കണ്ടിട്ടോ? ഓ, ഞാനൊന്നും പറഞ്ഞില്ല. അയ്യേ, ഈ പെമ്പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ? ബാംഗ്ലൂരിലെ പെമ്പിള്ളേരെ പോലെയൊന്നും വരില്ല. എല്ലാത്തിനും വല്ലാത്തൊരു നാടൻ ടച്ച്. പട്ടുവാവടയും ധാവണിയൊക്കെ ചുറ്റി ഞാൻ ബോറടിച്ച് മരിക്കും. ദേ ആ കാണുന്നതാണ് എന്റെ തറവാട്. നോക്ക്.
വാ വാ, കയറ് കയറ്, എല്ലാവരും വന്നാട്ടെ. വാ മക്കളെ, കേറിയിരിക്കെ. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ. പണ്ടാരും ഇവിടെ റേഞ്ചും കിട്ടണില്ല. Who the hell? എന്റെ ഫോൺ. ഈ പാട്ട് എവിടുന്നാ? ഇവിടെ കുറച്ച് പാട്ടുകാരൊക്കെ ഉണ്ട്. നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഇതെവിടുന്നാ? നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്താ കുട്ടിയെ, എന്തെങ്കിലും കളഞ്ഞു പോയോ? ഒന്നുമില്ല. നീ എന്താ തിരിഞ്ഞു വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓഹ് കയറവ്, നീ എന്തിനാ അങ്ങോട്ട് പോയത്? ഓഹ് ഡാ, നീ ഇവിടെ എന്തോന്ന് പെരുവിരുത്ത് നിൽക്കുക. വാ, ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു, വന്നേ. ദ്വിതി, ദേ മനുഷ്യ, എന്റെ അടുത്തോട്ട് വരാൻ പാടില്ല. ദ്വിതി. മിണ്ടാതിരിക്ക്, കുറച്ച് ഉറങ്ങുവാ. നമ്മുടെ മോൻ അങ്ങനെ ഒരു വയസ്സാവാറായി. അവനൊരു കൂട്ട് കൊടുക്കണ്ടടി. ഇവിടെ ഉള്ളതിനെ നോക്കാൻ തനിക്ക് സമയമുണ്ടോ? കൂട്ടു കൊടുക്കാൻ അത്ര ആഗ്രഹമുണ്ടേ സ്വന്തമായി പ്രസവിച്ച് വളർത്ത്. ദ്വിതി, ദ്വിതി, ദാ വരുന്നു. ദേ, ഫുഡ് കഴിക്കണമെങ്കിൽ വാ. കൊച്ചു ഉറങ്ങട്ടെ. ചുമ്മാ. ഇതാണ് എന്റെ ബിലോവഡ് വല്യമ്മ, മിസ്സിസ് ദേവയാനി. പിന്നെ ഇത് എന്റെ ഹാൻസം വല്യച്ഛൻ, മിസ്റ്റർ ഹരിചന്ദ്രൻ. കോളേജിൽ പഠിക്കുന്ന സമയം ഇവൻ നാട്ടിൽ പോയി വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്തിനാണെന്ന് വെച്ചാ ഇവൻ നാട്ടിൽ നിന്ന് വരുമ്പോ നല്ല നാടൻ ഐറ്റംസ് കൊണ്ടുവരും. അതിന്റെയൊക്കെ സാധ് ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. അന്ന് എപ്പോഴും പറയും വല്യമ്മേന്റെ കൈപുണ്യത്തെ കുറിച്ച്. ഇപ്പൊ വല്യമ്മയെ നേരിട്ട് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. എന്നാ ഇനി ഒരു മാസത്തേക്ക് നിന്റെ ഈ സ്വാദ് ഈ നാവിന്ന് പോവില്ല. ഇവിടെ തന്നെയാണല്ലോ. ഓ ഗോഡ്, 1 month ഇവിടെ ഞാൻ എങ്ങനെ? ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടണം. മോനെ കുട്ടാ, ഈ കുഞ്ഞു മോന്റെ പേരെന്തുവാ? ഇവനെ കുറിച്ച് നീ ഒന്നും പറയുന്നില്ലല്ലോ. ഇവൻ ബാംഗ്ലൂരിലെ വലിയ പാട്ടുകാരനാണ് കേട്ടോ, കയറവ്. മുത്തശ്ശി, നിങ്ങളുടെ ഒരു ടീം തന്നെ. അല്ല, ഇവിടത്തെ കിലുക്കാൻ പറ്റിയ കണ്ടില്ലല്ലോ. നിന്നെ കാണണ്ട, കണ്ട വെട്ടി നുറുക്കുമോള്. എന്നാ പിന്നെ മുന്നിൽ പെടാതതാ നല്ലത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നീ ഇവരെ രണ്ടുപേരെയും കൂട്ടി അമ്പലത്തിലേക്ക് പോയിട്ട് വാ. ശരി വല്യമ്മേ. ഡാ, ഇറങ്ങാറായില്ലേ? വാ, നടയടക്കുന്നതിന് മുമ്പേ പോയിട്ട് വരാം. അല്ലടാ, കയറവിനെ കാണാനില്ലല്ലോ. നീ ഇനിയും ഡ്രസ് ചേഞ്ച് ചെയ്തില്ലേ? അതെനിക്ക് എമർജൻസി ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട്. പോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്, നിങ്ങൾ രണ്ടുപേരും പൊക്കോ. ഇവനെ അങ്ങോട്ട് വിടാൻ ഞാൻ അപ്പുവിനോട് പറയാം. എന്നാ അങ്ങനെ ആവട്ടെ. വാ കശ്യപ്.
ദേ ചേട്ടാ, ദേ ആ കാണുന്നതാണ് അമ്പലം. എന്നാ ശരി, ചേട്ടൻ പൊക്കോ, ഞാൻ പോവാ. ആ ഓക്കെ. കഴിഞ്ഞിട്ടു ഇന്നാ പ്രസാദം. മുൻപോട്ട് തിരിഞ്ഞ് രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് പറയൂ, ഓം നമോ നാരായണായ. ലച്ചുയെ, ഈ കുട്ടിയേതാ? മോളുടെ പരിചയത്തിലുള്ളതാണോ? ഏയ് അല്ല മേൽശാന്തി അപ്പൂപ്പ, നിസ്സഹായനായ ഒരു ഭക്തനെ കണ്ടപ്പോൾ ഞാനൊന്ന് സഹായിച്ചു. ശരി അപ്പൂപ്പ, ഞാൻ അപ്പുറത്ത് കാണും. എന്നാ വരട്ടെ ഭക്ത. ആ ശരി ശരി. ഡാ, നീ ഇതെവിടെ നോക്കി നിൽക്കുക? ഒന്നുമില്ല. അല്ല ലക്ഷ്മോനോ, ഇതെപ്പോ എത്തി? ഇന്ന് എത്തിയതേ ഉള്ളൂ. കാരണം നീ ഇനി ആ സൈഡിലും കൂടെ പ്രാർത്ഥിച്ചിട്ട് വാ. ഞങ്ങൾ ആ ആൽമരത്തിന്റെ അവിടെ കാണും. ആ ഓക്കെ. എന്തോ ശബ്ദം, ഉറങ്ങാനും പറ്റുന്നില്ല. യമുനയാற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ வாட. யமுனயாற்றிலே ஈரக்காற்றிலே கண்ணனோடு தானாட பார்வை பூத்திட பாதை பார்த்திட பாவை ராதையோ வாட. இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட. இளைய கண்ணியின் இமைத்திடாத கண் எங்கும் அங்குமே தேட. இரவும் போனது பகலும் போனது மன்னன் இல்லை. എന്താ ആരാ? കുളിക്കാതെയും നനക്കാതെയും പൂജാമുറിയുടെ ചുറ്റുവട്ടത്ത് വരാൻ ആര് പറഞ്ഞു? ലച്ചു വേണ്ട. വേഗം പോയി പല്ല് തേപ്പും കുളിയുമൊക്കെ കഴിഞ്ഞ് വന്നാ മതി. ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചിട്ടകളൊക്കെ അനുസരിച്ച് നിൽക്കണം. ഇനി എന്നെ കൊണ്ട് ഇത് വീണ്ടും പറയാൻ ഇടവരുത്തരുത്. പോയി കുളിച്ചിട്ട് വന്നിട്ട് പ്രാർത്ഥിക്ക്. പോവാൻ. ആ ഓക്കെ ഓക്കെ. അവളെ തന്നെയല്ലേ ഞാൻ ഇന്നലെ കണ്ടത്. നീ ആള് കൊള്ളാലോ, അവനെ വരച്ച വരയിൽ നിർത്തിച്ചല്ലോ. നീ ഇന്നലെ കണ്ടില്ലല്ലോ ഇവനെ. ഇതാണ് കശ്യപ്, അത് അവന്റെ അനിയൻ കയറഫ്. ലച്ചു, നവലക്ഷ്മി അല്ലേ? അതെ. എന്നെ അറിയാവോ? ആദ്യമായിട്ടാ കാണുന്നേ, പക്ഷേ ഏട്ടൻ പറഞ്ഞറിയാം. എന്നാ ശരി, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കെ. ഇത് തന്നെയാന്ന് തോന്നുന്നു ആ മുറി. ആ ഇവിടെ കാണും. അവളെ തന്നെയല്ലേ ഞാൻ ഇന്നലെ കണ്ടത്. ചോദിക്കണം. ഡോ, എന്താ ഇവിടെ? മുഖത്തൊരു കള്ളലക്ഷണം കൂടെ ഉണ്ടല്ലോ. എന്താ? സത്യം പറയ്. ഏയ്, താൻ വിചാരിക്കുന്നത് പോലെയൊന്നുമില്ല. എന്താ? തന്നെയല്ലേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടത്. അല്ല, ഞാനല്ല. കശ്യപ്, നീ ക്യാമറയൊക്കെ സെറ്റാക്കി വെക്ക്. നിനക്ക് ഇന്റർനാഷണൽ തീമിന് ഒരു അടിപൊളി സംഭവം ഉണ്ട്. ആഹാ, എന്നാ പിന്നെ എന്താ, ഞാൻ റെഡി. അപ്പോ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്നർത്ഥം. ഇനി ഇവിടെ എന്താവോ? എന്റെ അമ്മ. ഭക്ത, കനൽ കൊണ്ട് കണ്ണെഴുതി
പച്ച കുരുത്തോലയും ചുറ്റി കാൽച്ചിലമ്പിന്റെ മണിനാദങ്ങളുമായി രൗദ്രഭാവത്തോടെ ആ ചാന്ത പൂശിയ മുഖത്തെ ഭയക്കരുത്. ആ കൊട്ടുന്ന ചെണ്ടയുടെയും അതിന്റെ താളത്തിന് ചുവട് വെക്കുന്ന ആ ചിലമ്പിന്റെയും ശബ്ദം മാത്രം ശ്രദ്ധിക്കൂ, എന്നിട്ട് ആസ്വദിക്കൂ. വരിക 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 ദൈവമേ, ദീപം തെളിയണേ ഓ തെയ്യം തകതയ്യത്താ. വരിക 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 ദൈവമേ, ദീപം തെളിയണേ ഓ തെയ്യം തകതയ്യത്താ. കിഴക്കൂതിക്കണ സൂര്യ ഭഗവാനെ, ഞാനൊന്നു കൈതോടുന്നേ തെയ്യം തകതയ്യത്താ. ഏട്ടാ, നക്ഷേട്ടാ, ഏട്ടാ, എന്താ? ആ ഓർഫനേജിൽ കൊടുക്കാനുള്ള പൈസ എടുത്തു വച്ചായിരുന്നോ? പിന്നെ ഡ്രസ്. എന്റെ പൊന്നു ഭാര്യയെ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഇത് നമ്മുടെ മോന്റെ കല്യാണമല്ല, 1ാം പിറന്നാളാണ്. പോടാ. ഏട്ടാ, ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിട്ട് ഇവിടെ ഒന്നും ഡെക്കറേറ്റ് ഒന്നും ചെയ്തില്ലല്ലോ. ഇവിടെ അല്ലല്ലോ സെലിബ്രേഷൻ. പിന്നെ ഇതിനടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ്. അതെന്തിനാ? നമ്മൾ തന്നെ കേക്ക് വാങ്ങി, നമ്മൾ തന്നെ മുറിച്ച്, നമ്മൾ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി, നമ്മൾ തന്നെ കഴിച്ച്, ഈ പ്രത്യേക ദിവസത്തിന് എന്താടാ ഒരു വ്യത്യാസം? ആ കുരുന്നുകളുടെ കൂടെ ആഘോഷിക്കുമ്പോൾ, അവർക്കൊരു നേരത്തെ അന്നം വിളമ്പി കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതിന് ഒരു പ്രത്യേകതയുണ്ടടാ. ഏട്ടാ, ഏട്ടാ, നിന്നെ എന്താ വല്ല പട്ടി ഓടിച്ചോ? ആ അമ്പലത്തെരുവിലിരിക്കുന്ന അമ്മൂമ്മമാർക്ക് നമ്മുടെ ജിംബ്രൂട്ടന്റെ പിറന്നാൾ പായസവും ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ പോവണ്ടേ എന്ന് പറയാൻ വന്നതാ. ഏട്ടനൊന്ന് വന്നേ. ഞാനോ? അത് ശരിയാവില്ല, എനിക്ക് വേറെ പണിയുണ്ട്. പോകുന്ന വഴിക്ക് കൊടുക്കാം. അതിന് സമയം നോക്ക്. ശരി, എന്നാ ഒരു കാര്യം ചെയ്. കയറും, നിനക്ക് ഡ്രൈവിംഗ് അറിയാലോ? ആ, അറിയാം. നീയും കയറവും ഇപ്പോ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. പിന്നാലെ ഞങ്ങൾ കാണും. വഴിയൊക്കെ നിനക്കറിയാവുന്നതല്ലേ, അവന് പറഞ്ഞു കൊടുത്താ മതി. എനിക്ക് ജിംബ്രൂട്ടനെയും ഒരുമിച്ച് വേണം. അവന്റെ കൈ കൊണ്ട് കൊടുക്കണം. ആ, നീ അവനെ എടുത്തോ, ഞങ്ങൾ ഉണ്ടാകുമല്ലോ പുറകിൽ. എന്നാ ശരി, ഞാൻ പോന്നു. അഷ്ടമിരോഹിണി നാളിലെൻ മനസ്സൊരു മുക്തവൃന്ദാവനമായി മാറിയെങ്കിൽ ഗോപികാരമണന്റെ കാലടി പൂവിനിയും ഗോകുലമാകാൻ കഴിഞ്ഞെങ്കിൽ. എന്താ? 2-3 ദിവസമായി നീ എന്റെ മുന്നിൽ നിന്ന് കൈവിട്ടു പോന്നു. ഇന്ന് വിടില്ല നിന്നെ. ഏട്ടൻ കണ്ട തന്നെ ബാക്കി വെക്കില്ല, വിടാനാ പറഞ്ഞത്. ആര് വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്കൊരു കാര്യം അറിയണം, അതറിഞ്ഞാ ഞാൻ നിന്നെ വിടും. എന്താ കാര്യം പറയും? അന്ന് അമ്പലത്തിൽ വെച്ചിട്ടും ഇന്നലെ കാവിൽ വെച്ചിട്ടും എന്റെ അടുത്ത് വന്ന് സംസാരിച്ചതും സഹായിച്ചതും നീയല്ലേ? ആ, നിന്റെ കണ്ണുകൾ സത്യം മാത്രമേ പറയുമെങ്കിൽ നീ കണ്ടത് എന്നെയാണ്. അല്ല, നിന്റെ കണ്ണുകൾ പറയുന്നത് കള്ളമാണെങ്കിൽ നീ കണ്ടത് എന്നെയല്ല. ആലോചിക്കും. എന്നാ ശരി ഭക്ത, കീ എടുത്തിട്ട് വാ. ഏട്ടന്റെ അടുത്ത് ഫോട്ടോസ് എനിക്ക് കാണിച്ചു തരാവോ? അതിനെന്താ, ദാ നോക്ക്. ഏട്ടാ, അതൊന്നും കൂടി കാണിച്ചേ. അത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോ പോലെയുണ്ട്. ആ, എന്താ ഇനി എന്താ? എന്റെ കണ്ണുകൾ പറഞ്ഞത് സത്യമാണ്.
അത് നീ തന്നെയാ, എനിക്ക് ഉറപ്പാ. ആണേ, ഇനി എന്നാ ഞാൻ പൊക്കോട്ടെ. ഏയ്, അങ്ങനെ പോയാലോ? ഈ കയറവിനെ ഇതുവരെ ഒരു പെണ്ണും ഉത്തരം മുട്ടിച്ചിട്ടില്ല. എന്നെ നിലക്ക് നിർത്താൻ മാത്രമുള്ള കഴിവ് നിനക്കെവിടുന്ന? താൻ കണ്ട പെൺപിള്ളേർക്ക് എന്റെ അത്ര ബുദ്ധി കാണില്ല. എന്നാ ഈ കഴിവും ബുദ്ധിയും നിറഞ്ഞ കുട്ടി എനിക്ക് ഇവിടുന്ന് പോകുന്നത് വരെ ഒരു കമ്പനി തരുമോ? എഗ്രിമെന്റ് ആണോ? ഇവിടെ നിന്നും പോകുന്നവരെ മതിയോ? ജീവിതകാലം മുഴുവനും തന്നാ കുഴപ്പമുണ്ടോ? നവലക്ഷ്മി ആരെയും ദിവസ കണക്ക് പറഞ്ഞ് കൂടെ കൂട്ടാറില്ല, കണക്ക് വെച്ച് സ്നേഹിക്കാറുമില്ല. ഇനി മുതൽ അങ്ങോട്ട് തനിക്കൊരു കൂട്ടായി ഞാൻ കാണും. ഇത് ലച്ചുവിന്റെ വാക്കാണ്. ഓക്കെ, ഇന്ന് താൻ ഫ്രീ ആണോ? ആണെങ്കി എനിക്ക് ഇവിടുത്തെ സ്പെഷ്യൽ തിങ്സ്, സ്പെഷ്യൽ പ്ലേസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരൂ. അത്രേ വേണ്ടുവോ? എന്നാ വാ, കൂടെ പോര്. മുത്തശ്ശി, മുത്തശ്ശി. ഓ, ഇവിടെ ഇരിക്കുവാണോ? എന്താ ഗൗരിയമ്മേ ഒരു ഗൗരവ മുഖത്ത്? നിനക്കിപ്പോ എന്നെ വേണ്ടല്ലോ, കൂട്ടിനാളുണ്ടല്ലോ വേറെ. ഗൗരിക്കുട്ടിയല്ലേ എന്റെ ക്രൈം പാർട്ട്ണർ. ഗൗരിക്കുട്ടിക്ക് അറിയാലോ എല്ലാ കാര്യവും. അതുകൊണ്ട് എന്റെ ഗൗരിക്കുട്ടി ഈ കുശുമ്പൊക്കെ ഒന്ന് മാറ്റിപ്പിടി. ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ശരി. കണ്ണനുണ്ണിയേ കൈവണങ്ങവേ, വെണ്ണ പോലെ ഞാൻ ഒരുകിയോ ഹരേ, സ്വർണമുരളി തന്നോളം കേൾക്കവേ, കാതിലും കരളിലും കവിത പെയ്തുവോ. വഴിന്ന് മാറിയിരിക്കെ. പറ്റില്ല. തത്വങ്ങൾ പറഞ്ഞ് യുദ്ധം ചെയ്യിക്കുന്നവളല്ലേ നീ. ഞങ്ങൾ ഇത്രയും പേരെ ഒന്നും മാറ്റി നിർത്തി കാണട്ടെ. എന്നെ മാറ്റി നിർത്താൻ നിങ്ങൾ ഈ 5-6 ആൾക്കാർ വേണ്ടി വന്നു. ഒറ്റയ്ക്ക് വരാൻ പേടിയായതുകൊണ്ടല്ലേ? അത് തന്നെ എന്റെ വിജയമാണ്. തൊട്ട് പോവരുത് അവളെ. അത് പറയാൻ നീ ആരടാ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ തൊട്ട എനിക്ക് പൊള്ളില്ലേ? ഇനി മേലാൽ ഇവളുടെ 7 അയലത്ത് കണ്ടുപോകരുത്. കയറോ, ഇങ്ങോട്ട് വാ. ലച്ചു, എവിടേക്കാ കൊണ്ടുപോകുന്നേ? ഈ വിളക്കിന്റെയും ഉണ്ണിക്കണ്ണന്റെയും മുന്നിൽ വെച്ച് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും, നീ ഇപ്പൊ പറഞ്ഞത് കള്ളമാണെന്ന്. ലച്ചു, അത് ഒരു താല്പര്യമില്ലാതെയാണ് ഞാൻ ഈ നാട്ടിലേക്ക് കാലുകുത്തിയത്. പലപ്പോഴും ഇവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോകാമെന്ന് ആലോചിച്ചു. പക്ഷേ നിന്നെ കണ്ട അന്നു മുതൽ എന്റെ കണ്ണുകൾ ഓരോ നിമിഷവും കാണാൻ ആഗ്രഹിച്ചത് നിന്റെ മുഖമായിരുന്നു. മനസ്സ് പലപ്പോഴും ചോദിച്ചു, ഒരുപാട് പെൺപിള്ളേരുമായി ഫ്ലേർട്ട് ചെയ്യുന്ന നിനക്ക് ഇവളോട് തോന്നിയത് എന്താണെന്ന്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഉണ്ണിക്കണ്ണന്റെ മുന്നിൽ വെച്ച് ചോദിക്കുക, ഈ കണ്ണന്റെ രാധയാവാൻ നിനക്ക് എതിർപ്പുണ്ടോ? ലച്ചു, ഉണ്ട്. ലച്ചുപ്പോ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? അങ്ങനെ വേണ്ട എനിക്ക്. കാരണം ശ്രീകൃഷ്ണൻ രാധയെ തനിച്ചാക്കിപ്പോയി. ചുറ്റുമുള്ളവരുടെ വാക്ക് കേട്ട്
സീതയെ ഉപേക്ഷിച്ച രാമന്റെ പ്രണയവും പോലെ വേണ്ട. തന്നിലെ പാതിയെ തിരിച്ചറിഞ്ഞ് താനില്ലെങ്കിൽ അവളോ അവളില്ലെങ്കിൽ താനോ ഇല്ലെന്ന് പറഞ്ഞ സാക്ഷാൽ പരമശിവനെയും പാർവതി ദേവിയെയും പോലെ പ്രണയിക്കണം. ഈ കണ്ണന്റെ രാധയാവണ്ട എനിക്ക്, മറിച്ച് ഈ പരമശിവന്റെ അർദ്ധാംഗിനിയായി മാറണം. തന്റെ പാതിയായി എനിക്ക് ജീവിക്കണം. അതിന് ഈ ലച്ചുവിന് സമ്മതമാണ്. ലച്ചു, ഐ ലവ് യു സോ മച്ച്. ഓ, മാഷി കലിപ്പിലാണല്ലോ. പിണക്കമാണോ പത്തായിണക്കമാണോ, അടുത്തു വന്നാലും ഭക്ത മടിച്ചിരിക്കാതെ. എന്താ മാഷി ഇങ്ങനെ ദേഷ്യപ്പെടാൻ വേണ്ടി മാത്രം? നീ എന്തിനാ ഈ കണ്ടവരുടെ മുന്നിലൊക്കെ പോകുന്നേ? എന്നിട്ട് അവരെ നന്നാക്കാൻ നിൽക്കൂ. നീ ആര്, മദർ തെരേസയോ? നിന്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ നീ നിന്റെ ഏട്ടനോട് പറയണം, അല്ലാതെ നീ തന്നെ എന്തിനാ? ഓ എന്റെ ഭക്ത, ഇത്തവണത്തേക്ക് ക്ഷമിക്ക്. ഇനി ഞാൻ നല്ല കുട്ടിയായിക്കോളാം. ഏട്ടനോട് എല്ലാം പറഞ്ഞേക്കാം. ഏട്ടനില്ലെങ്കിൽ ഈ ഏട്ടനോട് എല്ലാം പറയാം. എന്റെ പ്രിയതമൻ ഇങ്ങനെ വിഷമിക്കാതെ. ശരി, ഇതിനി ആവർത്തിക്കരുത്. എത്ര പെട്ടെന്നാണല്ലേ ഒരു മാസം കടന്നുപോയത്. ശരിയാ, ഇവിടെ ഒരു മാസം ഒരു വർഷം പോലെ എങ്ങനെ തള്ളി നീക്കുമെന്ന് ആലോചിച്ച് വന്ന ഞാനായിരുന്നു. എന്നെ കണ്ടതും കയറവിന്റെ മണിക്കുട്ടി പെട്ടെന്ന് ഓടിത്തുടങ്ങി. അതും ശരി തന്നെ. സത്യത്തിൽ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ കീർത്തിയെയും അമ്മയെയും മിസ് ചെയ്തത്. ഏട്ടൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരെ ഒന്നും ശ്രദ്ധിക്കാതെ ഞാൻ എന്റെ സന്തോഷങ്ങളെ തേടിപ്പോയി. എന്നാ ഇവിടെ എത്തിയതിനു ശേഷം നിങ്ങളുടെയൊക്കെ തമ്മിലുള്ള സ്നേഹം കണ്ടപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. അല്ല, നീ എന്തിനാ ഈ ഓടക്കുഴലെടുത്ത് നടക്കുന്നേ? വെയിറ്റ്, ഞാൻ അന്നേ ശ്രദ്ധിച്ചായിരുന്നു ഈ ഫ്ലോട്ടിനോട് നീ സംസാരിക്കുന്നതും അതിനെ സൂക്ഷിച്ചു വെക്കുന്നതും. എന്താ ഇതിനു മാത്രം? വാ, നമുക്ക് ആ അരുവി വരെ പോയിട്ട് വരാം. നീ എന്തേ ഇതുവരെ എന്റെ അച്ഛനും അമ്മയും കുറിച്ച് ചോദിച്ചേയില്ലല്ലോ? ഇല്ല, അവരെവിടെയാ? എബ്രോഡാണോ? അതെ, എബ്രോഡ് തന്നെ. ആഹാ, എന്റെ പപ്പയും എബ്രോഡാണ്. ബിസിനസ് എന്ന് പറഞ്ഞ് വർഷത്തിൽ ഒരിക്കലേ നാട്ടിൽ വരുള്ളൂ. ആ, എന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരില്ല. അവരെ അവിടെ സ്വർഗത്തിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളെ രണ്ടുപേരെയും വല്യച്ഛന്റെയും വല്യമ്മയുടെയും അടുത്ത് ഏൽപ്പിച്ചിട്ട് അവരങ്ങ് ട്രിപ്പ് പോയില്ലേ. വാട്ട്? ലച്ചു, I'm sorry. എന്തിനി ഈ സെന്റിമെന്റ്സിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ഞാനറിഞ്ഞ ഏറ്റവും വലിയ സത്യവും അതുതന്നെയാ. എന്റെ ലച്ചു, നിന്റെ പോസിറ്റീവ്നെസ്സിന് മുന്നിൽ ഇനി എനിക്ക് മടക്കാൻ മുട്ടുകളില്ല. അല്ല, ഈ ഓടക്കുഴൽ അവര് തന്നതാണോ? അങ്ങനെ ചോദിച്ചാൽ എന്റെ അച്ഛനും എന്നെ പോലെ സംഗീതത്തോടായിരുന്നു ഭ്രാന്ത്. പഠനത്തെക്കാൾ താല്പര്യവും അതിനോടായിരുന്നു. ഓരോ നാട്ടിലെയും സംഗീതത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് അറിയണം. അങ്ങനെ ഒരിക്കൽ നോർത്ത് ഇന്ത്യയിലെ തെരുവുകളിൽ നിന്നും ഒരു ബാസുരി വിൽക്കുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നായിരുന്നു ഈ ഓടക്കുഴൽ അച്ഛൻ വാങ്ങിയത്. ഇതേ സമയത്തായിരുന്നു എന്റെ ഭൂമിയിലേക്കുള്ള ലാൻഡിങ്ങും. കൊച്ചിൽ ഞാൻ എപ്പോഴും കരച്ചിലായിരുന്നു. അമ്മയ്ക്ക് എന്നെ അടക്കാൻ പോലും പറ്റാറില്ല. അങ്ങനെ ഒരിക്കൽ അച്ഛന്റെ ബാസുരി എടുത്ത് വായിച്ചു. വാവ്! കുറച്ചു വലുതായപ്പോൾ എനിക്ക് ബാസുരി ഒരു കൗതുകമായിരുന്നു. ഒരു ചെറിയ കുഴലിൽ നിന്നും എങ്ങനെ ഇത്രയും മധുരമായ ഈണം വരുന്നുവെന്ന്. എന്റെ കൗതുകത്തിന് അച്ഛൻ തന്ന മറുപടി ഇങ്ങനെയായിരുന്നു: ഈ ഈണം ബാസുരിയുടെ ആത്മാവാണ്.
ആ ആത്മാവിന് ജീവൻ കൊടുക്കുന്നത് അച്ഛന്റെ ശ്വാസം കൊണ്ടാണെന്ന്. എന്റെ മരണം വരെ അച്ഛന്റെ തുടിപ്പായ ഈ ബാസുരിയെ ഞാൻ സംരക്ഷിക്കും. പക്ഷേ എന്താ എന്താ നിന്റെ മുഖം പെട്ടെന്ന് വാടിയത്? അച്ഛന്റെ മരണം വരെ ബാസുരിക്ക് ജീവനുണ്ടായിരുന്നു. പലപ്പോഴും ശ്രമിച്ചെങ്കിലും എന്റെ ശ്വാസത്താൽ ബാസുരിക്ക് ജീവൻ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്റെ ഏറ്റവും വലിയ സങ്കടവും ഏറ്റവും വലിയ ആഗ്രഹവും. അയ്യോ മഴ, ഇങ്ങോട്ട് വാ. നാഗലക്ഷ്മി, ഇവിടെ വാ. ഇനി ഈ മുറിയിൽ നിന്നും നീ പുറത്തിറങ്ങരുത്. നീ ബാംഗ്ലൂരിലെ പെൺപിള്ളേരോട് കളിക്കുന്നത് പോലെ എന്റെ പെങ്ങളെടുത്ത് കളിക്കാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. എടുക്കാനുള്ളതൊക്കെ എടുക്ക്. വാ, ഇപ്പൊ തന്നെ ഇറങ്ങും നമ്മൾ രണ്ടുപേരും കൂടുന്നു. ഞാൻ പോയാലും എന്റെ മനസ്സിൽ നിന്നും അവള് പോവില്ല. മുത്തശ്ശി, എനിക്കൊന്നവളെ. അവളെ നിനക്കുള്ളതാ, നിനക്ക് മാത്രം. ഇങ്ങോട്ട് വാ, മുത്തശ്ശി സഹായിക്കാം. ലച്ചു, കയറും. ഞാൻ ഇറങ്ങും. എന്നോട് ക്ഷമ ചോദിക്കുന്നില്ലേ? എന്തിന്? ഈ പെണ്ണിന്റെ മനസ്സിൽ മോഹങ്ങളും സ്വപ്നങ്ങളും തന്ന് ബാക്കി വെച്ചിട്ട് പോകുന്നതിന് എല്ലാവരും കുറ്റപ്പെടുത്തില്ലേ? ഒന്നും ബാക്കി വെച്ചിട്ടല്ല, എല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. എന്റെ ഹൃദയം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇത് എന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. ഈ നവലക്ഷ്മി എന്നും എന്റെയാണ്. മറ്റൊരാൾക്കും എന്നിൽ നിന്നും നിന്നെ പറിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഹൃദയം എന്നും ഈ കൈ സൂക്ഷിച്ചെടുക്കും. എന്നും ഈ കൈ സുരക്ഷിതമായിരിക്കും. കാത്തിരിക്കും. ഈ കൈകൾ മുറുകെ പിടിച്ച് അവസാന ശ്വാസം വരെ ഈ നെഞ്ചിൽ ചായാൻ. ശരിയെന്ന ഞാൻ ഇറങ്ങുന്നു. കീർത്തി, നിന്നെ ഇന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അമ്മ, എനിക്കിന്ന് കൺസേർട്ട് ഉണ്ട്. ഞാൻ ലേറ്റ് ആവും എത്താൻ. ഏട്ടൻ എന്തേ? അമ്മ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്. തരാം, മോനിവിടെ ഇരിക്കേ. കൈറവ്, ഇന്ന് ലച്ചുവിന്റെ എൻഗേജ്മെന്റ് ആണ്. നിന്നോട് പറയാൻ വേണ്ടി നക്ഷ് പറഞ്ഞു. ഓ, ഞാനെന്നാ ഇറങ്ങുവാ. എനിക്ക് ഇന്ന് കൺസേർട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വരാൻ ലേറ്റ് ആവും. चन्ना मेरे या चन्ना मेरे या चन्ना मेरे या पिया ओ पिया. ലച്ചു, നീ? അതെ,
എന്റെ എൻഗേജ്മെന്റ് തന്നെയാ. പക്ഷെ അതിനുള്ള ചെക്കൻ ഇവിടെ അല്ലേ ഉള്ളത്. ചെക്കന് ഇന്ന് പ്രോഗ്രാം അല്ലേ, അപ്പോ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഇങ്ങോട്ട് ഞങ്ങള് വന്നു. അതേ കയറും ഏട്ടൻ സമ്മതിച്ചു. Hello everyone. Let me introduce my girl. This is Navalakshmi Desai, my would-be. We are gonna marry soon. So, in front of you all, with your love and blessings, I am officially making her mine. മേമ നോക്ക്, ജിംബ്രോട്ടൻ ബിഗ് ബ്രോ ആയി. ആഹാ, ജിംബ്രോട്ടൻ സുന്ദരനായല്ലോ. മേമ നിങ്ങൾ ഇന്ന് തിരിച്ചു പോവും? കയറോഫ് പാപ്പന് ജോലിക്ക് പോണ്ടേ, അതുകൊണ്ട് തിരിച്ചു പോയേ പറ്റൂ. വാ, ബാബയുടെ നൂലുകെട്ടിന് സമയായി, നമുക്ക് പോയാലോ? കൊച്ചിന് കൃത്യസമയത്ത് തന്നെ പേരുവിളി നടത്തണം. എന്റെ കുഞ്ഞേട്ടൻ കണ്ടുപിടിച്ച പേരല്ലേ, മോശമാവാതിരിക്കില്ല. ലെറ്റ് മീ ഗസ്. ഏഞ്ചൽ ഡിസ്യൂസ. ജ്യോതിക, എനിക്ക് ഉറപ്പാ ജ്യോതികയാണ് പേര്. ഓ, ആരും ബഹളം വെക്കല്ലേ. കൊച്ചു കരയുന്നത് കണ്ടില്ലേ? അതിന് ക്ഷീണം കാണും, യാത്രയൊക്കെ ചെയ്തു വന്നതില്ലേ. പെട്ടെന്ന് ചടങ്ങ് നടത്താൻ നോക്ക്. കയറു, നോക്കു. ലച്ചു, നോക്കുമോളെ. ബാസുരി, എന്റെ ലച്ചു പ്രാണൻ കൊടുത്ത ഞങ്ങളുടെ ബാസുരി. അതെ, എന്റെ ജീവന്റെ തുടിപ്പായ എന്റെ ബാസുരി.